നല്ലൊരു പ്രഭാതം കണ്ടുകൊണ്ടാവട്ടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇത് ഞങ്ങളുടെ തറവാട്ടമ്പലം ശ്രീ ചാത്തൻ ഭഗവതി ക്ഷേത്രം. ഇന്ന് ഞങ്ങളുടെ തറവാട്ടമ്പലത്തിലെ പ്രതിഷ്ഠാദിനമാണ്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും എല്ലാവരും തന്നെ രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിലെത്തിയിട്ടുണ്ട്, അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട്. ഇതേ സമയം തന്നെ അവിടെ പൂജാരിമാർ ഓരോ സൈഡിലായിട്ടിരുന്ന് ഓരോരോ പൂജകൾ ചെയ്യുന്നുണ്ട്. പുലർച്ചെ 5 മണി മുതൽ തുടങ്ങിയതാണ് നമ്മൾ അമ്പലത്തിലെ പൂജകൾ. ചെണ്ടമേളവും വാദ്യക്കാരും ഒക്കെ ആയിട്ട് നല്ല ഘോഷമായിട്ടുള്ള പ്രതിഷ്ഠാദനം തന്നെയാണ്. പ്രതിഷ്ഠാദനത്തോടനുബന്ധിച്ച് തന്നെ നമ്മൾ അമ്പലത്തിൽ രാവിലെയും ഉച്ചയ്ക്കും ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഉണ്ട് കേട്ടോ. ഓരോ തവണ അമ്പലത്തിൽ വരുമ്പോഴും എന്തെന്നില്ലാത്തൊരു സന്തോഷം സമാധാനമാണോ അല്ലേ നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും നമ്മൾ ആരാധനാലയങ്ങളെ ഇത്രയധികം മനസ്സോട് ചേർത്ത് വെച്ചിരിക്കുന്നതും. അതുപോലെ തന്നെയാണ് എനിക്കും. ഓരോ തവണ അമ്പലത്തിൽ ചെല്ലുമ്പോഴും മനസ്സിന് എന്തെന്നില്ലാത്തൊരു ശാന്തിയും സമാധാനവും കിട്ടാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസവും അതുപോലെ തന്നെയായിരുന്നു. നല്ല ഒരു പ്രഭാതവും അതിനോടൊപ്പം തന്നെയുള്ള അമ്പലത്തിലെ ഈ പ്രതിഷ്ഠാദിനവും. വൈകിട്ട് നമുക്ക് ഇന്ന് തന്നെ സർപ്പബലിയും ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എല്ലാവരും വന്നു, ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അധികം ആൾക്കാർ എത്തി തുടങ്ങിയിട്ടില്ല. ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേനാണ് ഒരുപാട് ആൾക്കാർ വരിക. അങ്ങനെ പൂജകളൊക്കെ നടക്കുന്നുണ്ട്, ഓരോരുത്തരായിട്ട് ഇത് തൊഴുതുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അമ്പലത്തിലെ ഓരോ പരിപാടികൾക്കും നമ്മൾ എല്ലാവരെയും ക്ഷണിക്കാറുണ്ട്. നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാവരും നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ അമ്പലത്തിലെ എല്ലാ പരിപാടികളും നടത്തുന്നത്. ചെറവല്ലൂർ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് നമ്മുടെ ചെറവല്ലൂർ ശ്രീ ചാത്തൻ ഭഗവതി ക്ഷേത്രം. അപ്പോൾ തറവാട്ടമ്പലമാണെങ്കിൽ കൂടി അതിൽ നാട്ടുകാരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ സഹായവും കാര്യങ്ങളും എല്ലാ പരിപാടിക്കും നമുക്ക് ലഭിക്കാറുമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു പരിപാടിയും. അങ്ങനെ വളരെ മനോഹരമായിട്ട് ഇന്നത്തെ ഈ പ്രതിഷ്ഠാദിനം ഇവിടെ നടക്കുകയാണ്. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ നിറ്റൂനെയും കൊണ്ട് തിരിച്ചു പോവുകയാണ്. നമ്മൾ രാവിലെ ഗണപതി ഹോമം ചെയ്തതിൻ്റെ പ്രസാദമാണ് എൻ്റെ ഉണ്ണിയുടെയും കയ്യിലുള്ളത്. നിറ്റൂനും അമ്പലത്തിലൊക്കെ കുളിച്ച് അമ്പലത്തിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഓരോ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അവൾക്ക് പ്രത്യേക ഇഷ്ടമാണ്. കാരണം ചെണ്ടമേളമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ.